ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഒന്ന് ചെമ്മീൻ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഐറ്റം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ തന്നെ കൈവച്ച് തിരുമ്മിയൊന്നെടുക്കണം. നല്ലപോലെ തിരുമ്മി എടുത്തിട്ട് ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാണ്ട് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ അരമണിക്കൂർ സമയമില്ല എങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കണം. ഇപ്പോൾ ഞാൻ നല്ലപോലെ ഇതുപോലെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു കടായി എടുക്കാം. കടായി നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒന്ന് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചെമ്മീൻ ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെമ്മീനായതുകൊണ്ട് തന്നെ ഞാനത് ഒരൊറ്റ ബാച്ചായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചെമ്മീൻ സാധാ ഫിഷ് പോലെയല്ല കേട്ടോ, കുറച്ചധികം നേരം ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ ചെമ്മീനിലും ചെയ്തെടുക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ചെമ്മീനൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഒരു എണ്ണയിലേക്ക് വേണ്ട ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 3 സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി വാടാൻ ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് ഒട്ടും കൂടിപ്പോകരുത്. ചെമ്മീൻ ഓൾറെഡി മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് പൊരിച്ചെടുത്തുകൊണ്ട് തന്നെ അതിന് ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ അതിലെ മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. സവാള ഒന്ന് വാടി വന്നാൽ അത്യാവശ്യം വലുപ്പമുള്ള 2 തക്കാളിയാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തക്കാളിയും കൂടി ഒന്ന് വാടി വന്നതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നതുവരെ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പച്ചമണമൊക്കെ നല്ലപോലെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം കൂടി, അതായത് ഫെനൽ സീഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നാൽ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ആ മസാലയൊക്കെ ചെമ്മീനിലൊന്ന് നല്ലപോലെ തന്നെ പിടിച്ച് വരണം കേട്ടോ. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണ്. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് നേരം കവർ ചെയ്തിട്ട് വേണ്ട കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിനോടെയും ചപ്പാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ, സീ യു.